ഇന്ത്യ ഓസ്ട്രേലിയ 3 മത്സര ഏകദിന പരമ്പര 19 ആരംഭിക്കും. 2020 ടെസ്റ്റും കഴിഞ്ഞ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ ഏകദിന മോഡിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തവണ അതിശക്തരായ ഓസ്ട്രേലിയയാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഓസ്ട്രേലിയയെ അവരുടെ തട്ടകത്തിൽ നേരിട്ട് പരമ്പര നേടുകയെന്നത് എതിരാളികളെ സംബന്ധിച്ച് കനത്ത വെല്ലുവിളിയാണ്. ഇന്ത്യ ഒരു തവണ മാത്രമാണ് ഓസ്ട്രേലിയയിൽ ഏകദിന പരമ്പര നേടിയിട്ടുള്ളത്. ഇത്തവണ ഓസീസ് ടീമിൽ പല സൂപ്പർ താരങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ പരമ്പര നേടിയെടുക്കാനുള്ള സുവർണാവസരമാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ടീമിനെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത്. ഇന്ത്യയുടെ ടീം കരുത്ത് അതിശക്തമാണെങ്കിലും ചില പ്രശ്നങ്ങൾ ഇന്ത്യയെ പിന്നോട്ടടിക്കുന്നുണ്ട്. ഏകദിന പരമ്പര നേടാനുള്ള ഇന്ത്യയുടെ സാധ്യതയെ ബാധിക്കുന്ന 3 പ്രധാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോമിലെത്താതെ ഇന്ത്യ പരമ്പര നേടാൻ യാതൊരുവിധ സാധ്യതയുമില്ലെന്ന് പറയാം. 2 പേർക്കും ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ മികച്ച റെക്കോർഡും അവകാശപ്പെടാൻ സാധിക്കും. എന്നാൽ ഇരുവരും ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത്. വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് 2 പേരും കളിക്കാൻ ഇറങ്ങുന്നത്. ഇവർക്ക് പരിശീലനത്തിന് 3 ദിവസം മാത്രമാണ് ലഭിച്ചത്. രോഹിത് ശർമ്മ നേരത്തെ പരിശീലനം ആരംഭിച്ചിരുന്നെങ്കിലും കോഹ്ലിക്ക് പരിശീലനത്തിന് വളരെ കുറച്ച് സമയമാണ് ലഭിച്ചത്. ഇത് ഇവരുടെ പ്രകടനത്തെ ബാധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇന്ത്യയുടെ മറ്റു പ്രധാന താരങ്ങളിൽ മിക്കവരും വെസ്റ്റ് ഇൻഡീസിനെതിരെ ടെസ്റ്റ് പരമ്പര കളിച്ച ശേഷമാണ് എത്തുന്നത്. ഏകദിന ഫോർമാറ്റിനനുസരിച്ചുള്ള ബാറ്റിംഗ് പരിശീലനം നടത്താത്തത് ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാക്കിയേക്കും. രണ്ടാമത്തെ കാര്യം, പേസ് നിരയുടെ ദുർബലതയാണ്. ജസ്പ്രീത് ബുംറ ഏകദിന പരമ്പരയ്ക്കില്ല. മുഹമ്മദ് സിറാജും ഹർഷദീപ് സിംഗും ഹർഷിത് റാണയുമെല്ലാം ഉൾപ്പെടുന്ന പേസ് നിരയ്ക്ക് ഓസീസ് ബാറ്റിംഗ് കരുത്തിനെ പിടിച്ചുകെട്ടാൻ സാധിക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. ബൗൺസ് നിറഞ്ഞ പിച്ചിൽ മികവ് കാട്ടാൻ ഇന്ത്യയുടെ പേസ് ബൗളർമാർക്ക് സാധിക്കേണ്ടതുണ്ട്. നിലവിലെ ഇന്ത്യയുടെ ടീം കരുത്ത് നോക്കുമ്പോൾ ഇത് സാധിക്കുമോ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൂന്നാമത്തെ പ്രശ്നം മികച്ച ഓൾറൗണ്ടർമാരുടെ അഭാവമാണ്. ഹാർദിക് പാണ്ഡ്യയുടെ അഭാവം ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. ഹാർദിക്കിന് പകരം നിതീഷ് കുമാർ റെഡ്ഡിയാണുള്ളത്. നിതീഷിന് ഓസീസിലെ സാഹചര്യത്തിൽ മികവ് കാട്ടാൻ സാധിക്കുമോ എന്നത് കണ്ടറിയണം. രവീന്ദ്ര ജഡേജയ്ക്ക് പകരം അക്സർ പട്ടേലാണ് കളിക്കുന്നത്. അക്സറിന് മാച്ച് വിന്നിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിലും സംശയങ്ങളേറെയാണ്. ഈ പ്രശ്നങ്ങളെല്ലാം ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ്. 2027 ഏകദിന ലോകകപ്പ് വരാനിരിക്കുകയാണ്. ലോകകപ്പ് ടീമിലേക്കുള്ള പദ്ധതികളിൽ കോഹ്ലിയും രോഹിത്തും ഉണ്ടാവുമോ അതോ ഓസീസ് പരമ്പരയുടെ ഇരുവരും വിരമിക്കുമോ എന്ന ആകാംക്ഷയും തുടരുന്നുണ്ട്. ഇരുവരും നിലവിൽ ഏകദിന ഫോർമാറ്റ് മാത്രമാണ് കളിക്കുന്നത്. യുവതാരങ്ങൾ അവസരത്തിനായി കാത്തു നിൽക്കവേ കോഹ്ലിയും രോഹിത്തും തുടരണമോ എന്ന കാര്യത്തിൽ ഓസീസ് പരമ്പരയിലെ പ്രകടനം നിർണായകമായേക്കും. പെർത്തിൽ നടന്ന നെറ്റ്സ് പരിശീലനത്തിൽ ഇരുവരും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് വിവരം. 2 പേരും 30 മിനിറ്റോളം നെറ്റ്സിൽ പരിശീലനം നടത്തി. 2 പേരും മികച്ച ടൈമിങ്ങോടെയാണ് കസറിയത്. രോഹിത് ശർമ്മ വലിയ ഷോട്ടുകളടക്കം കളിക്കുകയും മികച്ച ഫിറ്റ്നസ് നിലവാരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. രോഹിത് ശർമ്മ പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പ് നേരത്തെ ആരംഭിച്ചിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയ്ക്ക് മുമ്പ് ബംഗളൂരുവിലെ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിലെത്തിയ രോഹിത് ഫിറ്റ്നസ് ടെസ്റ്റ് അനായാസം പാസ്സായി. ബാറ്റിംഗ് പരിശീലനം ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നടത്തിയ രോഹിത് ശരീരഭാരവും കുറിച്ച് പരമ്പരയ്ക്കായി തയ്യാറെടുപ്പുകൾ നേരത്തെ ആരംഭിച്ചിരുന്നു. അതേസമയം വിരാട് കോഹ്ലി കുടുംബത്തോടൊപ്പം ലണ്ടനിലായിരുന്നു ഉണ്ടായിരുന്നത്. കോഹ്ലിയുടെ ഫിറ്റ്നസ് ടെസ്റ്റ് ലണ്ടനിലാണ് നടത്തിയത്. രോഹിത്തിൻ്റെയും കോഹ്ലിയുടെയും പ്രകടനം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. രോഹിത് ശർമ്മ ഇത്തവണ നായകൻ്റെ ഭാരമില്ലാതെയാണ് പരമ്പരയ്ക്ക് ഇറങ്ങുന്നതെന്ന പ്രത്യേകതയുമുണ്ട്.